മഴതോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനു പറഞ്ഞതൊന്നും തന്നെ അലീന മനസ്സിലാക്കുന്നില്ലെന്ന് കണ്ട് മനു രേവതിക്കുട്ടിയെ കാണാനായിട്ട് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അതേസമയത്ത് രേവതിക്കുട്ടി അവിടെയില്ല. മാമച്ചനും ഗ്രേസമ്മയ്ക്കും മനുവിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് മനു ഇങ്ങനെ തനിച്ച് വരുന്നതെന്നും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മനുവിനെ അവർ സ്വീകരിക്കുകയാണ്. മാമച്ചൻ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ വരാനുണ്ടായ കാരണം, വെറുതെ ഒന്നും ഇങ്ങോട്ട് വരില്ലല്ലോ എന്നൊക്കെ. അതേ മാമച്ചാനങ്ങളെ, എനിക്ക് രേവതിക്കുട്ടിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു, അതിനു വേണ്ടി തന്നെ വന്നതാണ്. ഞാനിതിലെ പോയപ്പോൾ കയറിയതാണെന്നൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് മനു പിന്നീട് സത്യമായിട്ട് തന്നെ പറയുകയാണ്. ഗ്രേസമ്മ അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മോൻ വരുമെന്ന് രേവതിക്കുട്ടിയോട് വിളിച്ച് പറയുകയും ചെയ്തിരുന്നോ എന്ന്. ഇല്ല ആൻറ്റി, ഞാനൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഈ സമയത്ത് വന്നാൽ അവളെ കാണാമല്ലോ, അവൾ വേറെ എവിടെയും പോവില്ല, കോളേജ് വിട്ടാൽ ഇവിടെ തന്നെ എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് അധികം ദൂരമില്ലല്ലോ ഇങ്ങോട്ട് വരാനെന്നൊക്കെ മനു പറയുമ്പോൾ മാമച്ചനങ്ങൾ പറയുന്നുണ്ട്, അത് ശരി, എന്നിട്ടാണോ ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോൾ വരാണ്ടൊക്കെ ഇരുന്നിരുന്നത്, ഇതിപ്പോൾ ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് വന്നതാണ് അല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെ അങ്കിളെ, സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ്, ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ മുഖത്ത്, ഇത്ര വിഷമിച്ച് നിൽക്കുന്നത് എന്താണെന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ മാമച്ചനങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ അവൻ പറഞ്ഞോളും, നീ പോയി അവന് ആദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്നു. അയ്യോ, മനുവിനെ കണ്ട സന്തോഷത്തിൽ അതൊന്നും ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ രേവതിക്കുട്ടിയും വരുന്നുണ്ട്. ഗ്രേസമ്മ മനുവിനുള്ള ജ്യൂസ് ഗ്ലാസ്സുമായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് രേവതിക്കുട്ടി വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഓ, നീ വന്നായിരുന്നോടി, നീ വരുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് സാരില്ല ആൻറ്റി, ഞാൻ പോയി എടുത്തോളാം. ഈ മനുവേട്ടൻ ഇത് എപ്പോഴാണ് വന്നേ? മനുവേട്ടനെ കണ്ട സന്തോഷത്തിൽ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്നോട് ചേച്ചി പറഞ്ഞില്ലല്ലോ മനുവേട്ടൻ വരുമെന്ന്, ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നോ മനുവേട്ടൻ എൻ്റെ അടുത്ത് വരുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ രേവതിക്കുട്ടിയെ ഇപ്പം എങ്ങാനും വിളിച്ചിരുന്നോ? ആ, ഞാൻ വിളിച്ചിരുന്നു. എന്നെ ഇപ്പോൾ വിളിയൊക്കെ കുറവാ, അവിടെ ചേച്ചി ഒരേ കാര്യങ്ങൾക്കായിട്ട് നടക്കല്ലേ, പിന്നെ എനിക്കും എക്സാം ആയതുകൊണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും ആൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, നീ പോയിരുന്ന് പഠിച്ചോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരം കുറവാണ്. ഇപ്പം ഇന്ന് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചേച്ചിയോട് സംസാരിക്കാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു. എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. ചേച്ചി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. പിന്നീട് വിളിച്ചോളാമെന്ന് പറഞ്ഞു. വലിയ ഉഷാറുണ്ടായില്ല സംസാരിക്കാൻ. അതുകൊണ്ടായിരിക്കും മനുവേട്ടൻ വരുന്ന കാര്യം പറയാതെ പോയതെന്നൊക്കെ രേവതിക്കുട്ടി പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിന് ഞാൻ വരുന്ന കാര്യം നിൻ്റെ ചേച്ചിക്ക് അറിയത്തില്ല, അതാണ് പറയാതിരുന്നത്. അതെയോ, ചേച്ചിയോട് പോലും പറയാതെയാണോ മനുവേട്ടൻ ഇവിടേക്ക് വന്നത്? ഞാൻ പറയാതെ വന്നതല്ല മോളെ, എനിക്കിപ്പോൾ പറയാനും വിളിക്കാനൊന്നും അവകാശമില്ല, അതാണ് സത്യം. മനുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വളരെ അതിശയത്തോടു കൂടി മനുവിനെ നോക്കുകയാണ്. അലീനയെ വിളിക്കാനും സംസാരിക്കാനുള്ള അവകാശം മനുവിനില്ലാണ്ടായിരുന്നോ? എന്തൊക്കെയാണ് മനു ഈ പറയുന്നതെന്ന് അവർ സ്വയം ഇങ്ങനെ ചിന്തിച്ചു പോകുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, അത് വിശദീകരിച്ച് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടേക്ക് വന്നത്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം ആര് എങ്ങനെയൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും നിൻ്റെ ചേച്ചിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല മോളെ. ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്രയം എന്നൊക്കെ മനു പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട്, അല്ല മനു, എന്താ അപ്പോൾ ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, അത് തന്നെയല്ലേ അവൻ പറയാൻ വന്നു എന്ന് പറഞ്ഞത്, നീ വെറുതെ അവനെയും കൂടി ടെൻഷൻ ആക്കാതെ അവൻ പറയും എന്നൊക്കെ മാമച്ചായം പറയാണ്. ഞാൻ വീട്ടിലെ എനിക്ക് അലീനയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അതേ കാര്യം തന്നെ ഞാൻ വീട്ടിലൊന്ന് അവതരിപ്പിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം അമ്മ അതേപോലെ എന്തൊക്കെയോ സംസാരം ഉണ്ടായി വീട്ടിൽ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു വിവാഹമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണെങ്കിൽ അത് അലീന മാത്രമായിരിക്കും. എനിക്കതിന് ആരുടെയും അനുവാദം വേണ്ട,
അലീനയുടെയും ബാലചന്ദ്രൻ അങ്കിളിൻ്റെയും സമ്മതം മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ടപാടെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. നിങ്ങൾ നേരിട്ട് അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും അമ്മ എന്താണെന്നും അമ്മ എങ്ങനെയായിരിക്കും സംസാരിക്കാമെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അലീനയ്ക്കും അറിയാലോ. അപ്പോൾ ഞാനിത് വീട്ടിൽ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു അമ്മ അലീനയുടെ വീട്ടിൽ ചെന്നു. അലീനയോട് പറയാൻ പാടില്ലാത്തതും അങ്ങനേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞു. ബാലചന്ദ്രൻ അങ്കിളിനെ അവളെ ബാധ്യതയായതുകൊണ്ട് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണെന്നും ബാലചന്ദ്രൻ അങ്കിളിനെ എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അതൊക്കെ പറയുക, അങ്ങനത്തേതായിട്ടുള്ള ഒരുപാട് സംസാരം അമ്മ അവിടെ ചെന്ന് സംസാരിക്കുകയുണ്ടായി. ഇതൊക്കെ കേട്ട് അലീനയും വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. പിന്നെ അവളുടെ സ്വഭാവം അറിയാലോ, അവൾ ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അമ്മ ചെന്ന് പറഞ്ഞതൊക്കെ അവൾ വിഷമമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അമ്മയും വിഷമിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം അമ്മയ്ക്ക് അമ്മയുടെ കണക്കൂട്ടലനുസരിച്ച് അവളൊരു വേലക്കാരിയാണ്, വീട്ടിൽ മുത്തശ്ശിയെ നോക്കാൻ വന്നൊരു ഹോം നേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ കുടുംബമഹിമ, അമ്മയുടെ ബന്ധക്കാരോട് എന്തു പറയും എന്നൊക്കെയുള്ള വല്ലാത്തൊരു ചിന്തകൾ കടന്നുകൂടുണ്ടായി. അമ്മ അതനുസരിച്ചാണ് അവളോട് സംസാരിച്ചത്. അവൾക്കും അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ വിഷമായി. അവൾക്ക് അമ്മയ്ക്ക് വാക്കും കൊടുത്തു. അമ്മയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവൾ കടന്നു വരില്ലെന്നും അമ്മയുടെ മകനെ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ഒരിക്കലും അങ്ങനെ ഒരു വിവാഹം നടക്കില്ലെന്നൊക്കെ അവൾ അമ്മയ്ക്ക് സമ്മതം കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? ഞങ്ങളാരും പിന്നീട് സംസാരിച്ചിട്ട് അലീന ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അലീനയുടെ വീട്ടിൽ ചെന്ന് അമ്മ സംസാരിച്ചതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അമ്മയ്ക്ക് വക്കീലിൻ്റെ നിർദ്ദേശം കിട്ടിയത്. ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അമ്മയോട് ഹരിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് അമ്മയെ അവർ അവിടേക്ക് അയച്ചു. ഒരു പോസ്കോ കേസും കൂടിയും ഇതിൽ കിടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ സംസാരിച്ചിട്ടും കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മയെ അയക്കാൻ വക്കീലാണ് നിർദ്ദേശിച്ചത്. അമ്മയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും അച്ഛനൊരു സമാധാനം കൊടുക്കുന്നില്ല. ഞങ്ങളാരും തന്നെ ഹരിയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തുന്നില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഞാൻ അലീനയോട് സംസാരിക്കുന്നില്ലെന്നാണ് ആദ്യം അമ്മയുടെ പരാതി. അലീന ഇടപെട്ടാൽ ഇതിൽ നിന്നും ഹരിയെ ഊരിക്കൊണ്ടുപോരാൻ എളുപ്പമാണെന്നാണ് അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത്. സംഭവം അലീന ഒരിക്കലും ആരെന്തൊക്കെ പറഞ്ഞാലും ഹരിയെ രക്ഷിക്കാനായിട്ട് ശരണ്യയോട് ഒരു വാക്കുപോലും പറയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രോഹിത്തിൻ്റെ കാര്യം പോലും അലീന ഇടപെട്ടിട്ടൊന്നുമല്ല. അലീനയുടെ സ്നേഹവും പരിചരണവും ഒക്കെ ആയപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ക്ലിയറായി. അവൾക്ക് അപ്പോഴാണ് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായത്. അപ്പോൾ അവൾ ചിന്തിച്ചെടുത്ത കാര്യമാണ് രോഹിത്ത് അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെയാണ് അവൾ കോടതി കയറി അവളെ രോഹിത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും മറ്റുള്ളവരാണ് അവളെ ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇവരെ കൂടെ ഉണ്ടായ 2 പേർക്കും ജാമ്യം കിട്ടി. ഹരിയായിരുന്നല്ലോ ആ കുട്ടിയെ പ്രേമിച്ചതും പ്രണയം നടിച്ചു കൊണ്ട് നടന്നതൊക്കെ. അപ്പോൾ ആ വകുപ്പിൽ ജാമ്യം ഇവന് ഒരിക്കലും കിട്ടരുതെന്നുള്ള പോലീസുകാരുടെ നിർബന്ധവും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ പോസ്കോ കേസും കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ഹരി പറയുന്നത്. അങ്ങനെയൊന്നും അവളെ ആ സമയത്ത് അവന് കിട്ടിയിട്ടില്ല. അവളെവിടെയും അങ്ങനെ പോവാനൊന്നും സമ്മതിച്ചിരുന്നില്ല. ഇതൊരു വീട്ടിൽ എല്ലാവരും കൂടുന്നുണ്ട്, ആ വീട്ടിൽ അവിടെ പാരൻസ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി പോകുന്നതെന്നൊക്കെ ഹരി ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കാര്യമായതുകൊണ്ട് എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതിൽ സത്യാവസ്ഥ അറിയാനായിട്ട് അലീനയോട് ചോദിക്കാൻ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടും ഒരുപാടായി. പക്ഷേ എനിക്ക് അതിനൊന്നും മനസ്സ് വരുന്നില്ല. കാരണം അലീന അങ്ങനെ ഒരാളല്ല. അലീന ഇതിലിടപെടില്ല എന്ന് പറഞ്ഞാൽ അവൾ അത് തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ബാലചന്ദ്രൻ അങ്കിളും എന്നോട് പറഞ്ഞു, എൻ്റെ ഉള്ള വില കളഞ്ഞെടുക്കണ്ട, അലീനയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ടാന്ന്. ഞാൻ അന്ന് നിർത്തി വെച്ചതാണ് ആ സംസാരം.
അതിൻ്റെ പേരിൽ അമ്മ എന്നെ പഴിക്കാനായിട്ട് ഇനി ബാക്കിയൊന്നുമില്ല. അങ്ങനെ അമ്മ ശരണ്യയുടെ വീട്ടിൽ പോവുകയുണ്ടായല്ലോ. അവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് നാട്ടുകാരുടെയും ശരണ്യയുടെ വീട്ടുകാരുടെയും ഒക്കെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി. തല്ലിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതെന്ത് ഭാഗ്യമാണെന്നറിയില്ല. അന്ന് അലീന ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ ഇത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മയെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അലീന അവരുടെ കണ്ണിൽ നമ്മുടെയൊക്കെ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. അമ്മ ചെന്നിരിക്കുന്നത് 1-ാം പ്രതിയുടെ അമ്മയായിട്ടാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ എന്തോ ചാണകവെള്ളം ഒഴിക്കുകയോ ചൂലുകൊണ്ട് അടിക്കുകയോ തക്കാളിയോ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നു. ഇതും കൂടിയും കഴിഞ്ഞ് അമ്മയ്ക്ക് ആകെ കലി കയറി തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ അമ്മ വീട്ടിൽ വന്ന് കിടന്ന് വീണ്ടും മേളായി. അലീന കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത്. അലീന വീണ്ടും നമ്മുടെ വീട്ടിൽ കയറിക്കൂടി എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും തുടങ്ങി അലീനയെ കിടന്നുള്ള ചീത്ത പറിച്ചിലൊക്കെ. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടി അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ്റെ അമ്മയ്ക്കേ അല്ലെങ്കിൽ ഇത്തിരി അഹങ്കാരം കൂടുതൽ തന്നെയാണ്. മനുവേട്ടൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. എൻ്റെ ചേച്ചി എന്ത് ചെയ്തിട്ടാ അവരിങ്ങനെ കിടന്ന് എൻ്റെ ചേച്ചിയെ വഴക്ക് പറയുന്നത്? എൻ്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അമ്മയുടെ അടുത്ത്? മനുവേട്ടനെ എൻ്റെ ചേച്ചി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ഒരുപാട് വട്ടം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് മനുവേട്ടന് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേച്ചിക്കും അറിയാം. അപ്പോഴൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത് ചേച്ചിയും മനുവേട്ടനും തമ്മിൽ ചേരില്ലെന്നാണ്. കാരണം മനുവേട്ടൻ നല്ല തറവാട്ടിൽ പിറന്നൊരു പയ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അതിനനുസരിച്ച് ഒരാളെ മനുവേട്ടന് കിട്ടും. ഞാൻ ഒരിക്കലും മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലില്ല എന്നൊക്കെ തന്നെയാണ് ചേച്ചി എന്നോടും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് കാര്യത്തിനാണ് മനുവേട്ടൻ്റെ അമ്മ ചേച്ചിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? കഷ്ടമുണ്ട് മനുവേട്ടാ. മനുവേട്ടനെങ്കിലും അത് നിർത്തിക്കൂടെ ചേച്ചിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? എന്ത് ധൈര്യത്തിലാണ് മനുവേട്ടൻ ചേച്ചിയെ വിവാഹം കഴിച്ചിട്ട് ആ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത്? രേവതിക്കുട്ടി വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ മനുവിനും വല്ലാതെ ആയിട്ടോ. കാരണം അവൾ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് എങ്ങനെയാണ് മനു വിവാഹം കഴിച്ച് അവളെ കൊണ്ടുപോകുന്നത്? അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗ്രേസം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മനു പറയട്ടെ മോളെ, അവൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതിന് ഒരവസാനം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നിന്നോട് പറയാനല്ലേ അവൻ വന്നത്. നീ ഇങ്ങനെ അവന് ഇങ്ങനെ ടെൻഷൻ കൂട്ടിയാൽ എങ്ങനെയാടി അവന് ഒരു സമാധാനം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എൻ്റെ ചേച്ചിക്ക് ഒരിക്കലും ഒരു സമാധാനവും കിട്ടാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആ പാവം ബ്രിജിതാമ്മയുടെ കൂടെ ഏതൊക്കെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നറിയാമോ? ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ, ഞങ്ങളെയൊക്കെ ഒരേ നേരം കുറച്ചെങ്കിലും ഭക്ഷണം തരാനായിട്ട്. ചേച്ചി അതുകൊണ്ടാണ് +2 കഴിഞ്ഞപ്പോഴേക്കും പഠിപ്പ് നിർത്തിയത്. ഞങ്ങളെയെങ്കിലും +2 വരെയും പഠിപ്പിക്കണമെന്ന ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട്. ആ പാവത്തിന് ഇനിയെങ്കിലും ഒരു സമാധാനം നിങ്ങളാരെങ്കിലും കൊടുക്ക്. ഇപ്പോഴും ഞാനൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് കഴിയുന്നത്. ഞങ്ങളെപ്പോലെ എല്ലാവരെയും ചേച്ചി നല്ലയിടത്തേക്കാണ് എത്തിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചിക്ക് മാത്രം എന്താ ഒരു സമാധാനവും കൊടുക്കാത്തത് ആരും? രേവതിക്കുട്ടി, നീ വിചാരിക്കുന്നത് പോലെയല്ല മോളെ ഇപ്പം അവിടുത്തെ കാര്യങ്ങൾ. അവൾ നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ നെടുന്തൂണാടി. അവൾ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ എല്ലാമാണ്. ആ വീടിപ്പോൾ അവളുടെ കയ്യിലാണ്. അതൊക്കെ നീ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. പിന്നെ ആൻറ്റിയുടെ കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം അവിടെ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ആൻറ്റി നേരെ ആവണമെങ്കിൽ ആൻറ്റി തന്നെ വിചാരിക്കണം. അല്ലാതെ ബാലചന്ദ്രൻ അങ്കിൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കൊടുക്കില്ല. പിന്നെ നീ ഈ പറഞ്ഞ പോലെ ഒരിക്കലും അലീനയെ ഞാനൊരു കണ്ണീര് കുടിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഭരിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്നതാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. അവളിപ്പോൾ എന്നോടൊരിക്കലും സംസാരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മനുവേട്ടൻ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് അതൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഗ്രേസ് അമ്മ മനുവിനോട് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്,
അല്ല മോനെ, അന്നിട്ട് എന്താ സംഭവിച്ചത്? അതോ ആൻറ്റി, അമ്മ ഇങ്ങനെ അലീനയെ കുറ്റം പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ അവസാനം സഖി കെട്ടിട്ട് അച്ഛന് അമ്മയോട് പറയേണ്ടി വന്നു അലീന ഞങ്ങൾക്ക് ആരാണെന്ന്. അതെയോ, വൈജയുടെ മകളാണ് അലീന എന്ന് നിൻ്റെ അമ്മയെ അറിഞ്ഞോ? അപ്പോൾ അറിയിക്കാതെ എങ്ങനെയാ ആൻറ്റി? അങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ആദ്യ ആൾക്ക് വലിയ ഷോക്കായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെയും ബാലചന്ദ്രൻ്റെ അങ്കിളിൻ്റെ മകളാണ് അവളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും വിശ്വസിച്ചേനെ. അങ്കിള് തന്നെ പലപ്പോഴായിട്ട് അങ്ങനെ ഒരു കള്ളം മറ്റുള്ളവരോട് പറഞ്ഞു പരത്തി നടന്നിരുന്നതല്ലേ. പക്ഷേ വൈജാൻറ്റിയുടെയെന്ന് കേട്ടപ്പോൾ ആദ്യമ്മക്ക് ഷോക്കായി. പിന്നെ വൈജാൻറ്റിയെ വിളിച്ചിട്ട് ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തു എന്ന് ആൻറ്റി തന്നെ എന്നോട് പറഞ്ഞു. അത് പിന്നെ അമ്മയിൽ നിന്നിട്ട് ആൻറ്റി അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻറ്റിക്ക് ആൻറ്റിയുടെ നാത്തൂനെ നന്നായിട്ടറിയാം. അമ്മ ആർക്കും ഒരു സമാധാനം കൊടുക്കില്ല. ഒരു സമാധാനിപ്പിക്കുന്ന വാക്ക് പറയാനായിട്ട് അമ്മയ്ക്കൊട്ട് അറിയത്തുമില്ല. അത് ആൻറ്റിക്ക് അറിയാവുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആൻറ്റിയും അമ്മയെ വിളിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത്. അമ്മ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. പിന്നെ അമ്മയുടെ സമ്മതം ആർക്കും വേണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അച്ഛൻ വൈജാൻറ്റിയോടും പറഞ്ഞു അമ്മയോട് ഒരിക്കലും അനുവാദം ചോദിക്കേണ്ട, അലീന സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കുന്നു. പക്ഷേ വൈജാൻറ്റിക്ക് നന്നായിട്ടറിയാം അമ്മ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഒരിക്കലും അലീനയെ സമ്മതിക്കില്ലെന്ന്. ഞാനും ബാലചന്ദ്രൻ അങ്കിളും ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനം എടുത്തതാണ് ആൻറ്റി. അലീന സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന്. കാരണം വീണ്ടും ഇങ്ങനൊരു കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക മോനെ? എന്ത് ചെയ്യാൻ ആൻറ്റി? ആദ്യം അലീനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് രേവതിക്കുട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ വേറെ ആരെന്ത് പറഞ്ഞാലും അലീനയ്ക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബബിതയെ വിളിച്ചിരുന്നു. ബബിതയെ വിളിച്ചപ്പോൾ അവൾ എന്നോട് നേരിട്ട് വരാനാ പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോയ ആൻറ്റി. അവിടെ ചെന്നിട്ടും അലീന എന്നോട് ആദ്യം സംസാരിക്കാനൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. അച്ഛനും അമ്മയും കണ്ടെത്തുന്ന നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. മനുവേട്ടൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച്, മനുവേട്ടൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു പെൺകുട്ടിയെ മനുവേട്ടന് കിട്ടുമെന്ന്. അവൾ വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചൊന്നും അവൾ കണക്ക് കൂട്ടിയിട്ടില്ലെന്ന്. അവൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ, അവളെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വെച്ചിരിക്കുകയാണത്രേ അവളുടെ ജീവിതം. ഇതിനൊക്കെ ഞാൻ എന്താണ് ആൻറ്റി പറയേണ്ടത്? അവൾ അപ്പോഴും എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞൊന്നുമില്ല. ഞാൻ പറഞ്ഞു അമ്മയെ ഞാനൊരിക്കലും ഈ കാര്യത്തിൽ അമ്മയുടെ സമ്മതമൊന്നും നോക്കുന്നൊന്നുമില്ല. കാരണം എനിക്ക് യോജിച്ചൊരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള പ്രാപ്തി എനിക്കുണ്ടല്ലോ. അതനുസരിച്ചാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അച്ഛന് സമ്മതമാണ്. കാരണം അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്. പിന്നെ ഇതറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൂത്ത വല്യച്ഛനുണ്ടല്ലോ, വല്യച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് അലീനയോട് ചെയ്തു പോയ തെറ്റിന് ഇങ്ങനെയൊരു പ്രായശ്ചിത്തമാവുമെങ്കിൽ ആവട്ടെ എന്ന്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അമ്മ ഇപ്പോഴും വാശിയിൽ തന്നെയാണ്. വൈജാൻറ്റി വിളിച്ച് അമ്മയോട് അത്രയ്ക്കൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും അമ്മ പറഞ്ഞു എന്ന്, അമ്മയുടെ സമ്മതത്തോടു കൂടി ഈ വിവാഹം നടക്കില്ലെന്ന്. പിന്നെ അമ്മയുടെ സമ്മതമില്ലാണ്ട് നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ, അമ്മയായിട്ട് മുടക്കാനും നിൽക്കില്ല എന്ന്. വൈജാൻറ്റി അമ്മയോട് റിക്വസ്റ്റ് ചെയ്തത് അലീനയെ വിളിച്ചിട്ട് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറയാനാണ്. വൈജാൻറ്റി കേട്ടു അത്രേ അലീനയും ബബിതയും കൂടി സംസാരിക്കുന്നത്. ബബിത ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അലീന പറഞ്ഞു എന്ന്, മനുവേട്ടനെ വിവാഹം കഴിക്കണം, അങ്ങനെ മനുവേട്ടനോടൊപ്പമുള്ളൊരു ഭാവി ജീവിതം അങ്ങനെയൊന്നും അവൾ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ എന്നും മനുവേട്ടൻ അവളുടെ ഒപ്പം ഉണ്ടാവണം എന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന്. അതിനർത്ഥം എന്താണ് ആൻറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ? അവളുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവണമെന്ന് അവൾ ചിന്തിക്കുന്നിടത്ത് അത് വിവാഹം കഴിക്കാതെ എങ്ങനെയാണ് അവളുടെ ഒപ്പം ഞാൻ എല്ലാ കാലത്തും ഉണ്ടാവുക? ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് പിന്നെ
അവളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ ഇതെല്ലാം അവൾ കണക്ക് കൂട്ടുന്നത് ഒന്ന് തന്നെയല്ലേ? പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഒഴിവാക്കുന്നത്. രേവതിക്കുട്ടി മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടന് ഇത്രയും നാളായിട്ട് എൻ്റെ ചേച്ചിയെ അറിയില്ലേ? ചേച്ചിക്ക് മനുവേട്ടന് ഇഷ്ടം തന്നെയാണ്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കാത്തിടത്തോളം കാലം എൻ്റെ ചേച്ചി മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല കേട്ടോ. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. മനുവേട്ടൻ്റെ അമ്മ ക്ഷണിക്കാതെ മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് ചേച്ചി വരില്ല എന്ന് ചേച്ചി എടുത്ത തീരുമാനമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ചേച്ചി കടക്കില്ല. പിന്നെ ചേച്ചി പറഞ്ഞു വെച്ചത് അത് ഞാൻ ചേച്ചിയോട് സംസാരിക്കാം. പക്ഷേ ചേച്ചി എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് ചേച്ചിയെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മനുവേട്ട. മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കുന്ന കാലത്തോളം മനുവേട്ടൻ കാത്തിരിക്കുമെങ്കിൽ ചേച്ചിയും മനുവേട്ടന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഞാൻ പറയിപ്പിച്ചോളാം. പോരെ മനുവേട്ടൻ സന്തോഷമായിട്ടിരുന്നോ? അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും മനുവേട്ടനെ മാത്രം വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് മറ്റുള്ള പെൺകുട്ടികൾ പറയുന്ന പോലെ എൻ്റെ ചേച്ചി പറയില്ല. മനുവേട്ട, ഞങ്ങളൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഒപ്പം നിന്നിട്ടില്ലെന്നും ഒരു കുടുംബം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊക്കെ തെറ്റാണ്. ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുടുംബം എന്താണെന്ന് ഞങ്ങൾക്കറിയാം മനുവേട്ട. ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങളുടെ ബ്രിജിത മമ്മി ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്മയായിട്ട് ഞങ്ങളുടെ ബ്രിജിത മമ്മി ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളായിട്ട് നിങ്ങളെപ്പോലെ 2-3 പേരൊന്നുമല്ല, ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ അലീനയും രേവതിക്കുട്ടിയും ചിന്നുകുട്ടിയും മാത്രമല്ല, ഞങ്ങൾക്ക് മറ്റു സഹോദരിമാരും ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞു കുഞ്ഞു സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അച്ഛൻ എന്ന് പറയാനും അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു തരാനും മാത്രമേ ആളില്ലാതിരുന്നിട്ടുള്ളൂ. ഞങ്ങളവിടെ കഴിഞ്ഞു പോന്നിരുന്നത് ഒരു കുടുംബമായിട്ട് തന്നെയാണ്. നിങ്ങളെപ്പോലെ ചെറിയ കുടുംബമല്ല, അച്ഛനും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബമല്ല. മുത്തശ്ശിയും മുത്തശ്ശനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാം ഉള്ള കുടുംബം. ആ കുടുംബത്തിൽ സന്തോഷം എന്താണെന്ന് മാത്രമാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. വിശപ്പുണ്ടായിട്ടുണ്ട്, പക്ഷേ വിശപ്പിൻ്റെ ദുഃഖമൊഴിച്ച മറ്റൊരു ദുഃഖം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മനുവേട്ടനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രേവതിക്കുട്ടി വളരെ വിഷമത്തോടു കൂടി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് വളരെ സങ്കടം തോന്നി. ഗ്രേസമ്മ തൻ്റെ മകളെ മാറോട് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ മുത്തം വെച്ചു. അവളും അറിയാതെ കരഞ്ഞുപോയി. മനുവിനിതൊക്കെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്ത വിഷമം തോന്നി. മനു എഴുന്നേറ്റ് നിന്ന് രേവതിക്കുട്ടിയുടെ അരികിലേക്കായിട്ട് ചെന്നിട്ട് അവളുടെ കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞില്ലേ നിനക്ക് ആരും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടായിട്ടില്ലെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നിനക്ക് സഹോദരനായിട്ട് ഞാനുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഇടം വലം ഇരിക്കുന്ന ഇവരുണ്ട്, നിൻ്റെ ചേച്ചിയും നിൻ്റെ കൂടെ ഇല്ലെന്നല്ലേ ഉള്ളൂ. അവളുടെ മനസ്സ് മുഴുവൻ എപ്പോഴും നീ തന്നെയാണ്. അതും എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹബന്ധം എന്താണെന്ന് കണ്ട അതിശയത്തോടു കൂടി നോക്കി നിന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. മാമച്ചായൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിന്ന് രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവളെ ഞങ്ങളുടെ സ്വന്തമാണ്. ഇവളെ ഒരിക്കലും ഞങ്ങൾ കൈയൊഴിയില്ല മനു. ഇവള് ഞങ്ങൾക്ക് മകളായി ജനിച്ചില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഇപ്പം ഞങ്ങൾക്കുള്ളൂ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഗ്രേസമ്മ കണ്ണൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം വിഷമം തീർക്കാൻ വന്ന മനുവിനെ നിങ്ങളെല്ലാവരും കൂടി ഒരേന്ന് പറഞ്ഞ് വിഷമത്തിലാക്കി. അവൻ്റെ വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങളെല്ലാവരും കൊള്ളാം കേട്ടോ. അവനെ സമാധാനിപ്പിക്കുന്നതിന് പകരം നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ അവനെ സങ്കടപ്പെടുത്തിയാലോ? ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി തൻ്റെയായ കുറുമ്പും സാമർത്ഥ്യമൊക്കെ പുറത്തെടുത്തിട്ട് മനുവിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ മനുശങ്കർ, വിഷമിക്കാതെ പൊയ്ക്കോ. ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഞാൻ എടുത്തു തരാം. എൻ്റെ ചേച്ചിയെ വിളിച്ച് സംസാരിക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റുന്നേ. മാമച്ചായൻ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ദേ അവളൊരു കാര്യേറ്റാലേ അതേറ്റതാ മനു. നീ സന്തോഷമായിട്ട് പോയിട്ട് വർക്കൊക്കെ ചെയ്യാൻ നോക്ക്. അവൾ കാര്യങ്ങൾ ക്ലിയറാക്കി അങ്ങ് തന്നേക്കും. ഈ നിൽക്കുന്ന രേവതിക്കുട്ടി ആരാന്നാ മനു വിചാരിച്ചിരിക്കുന്നേ? കില്ലാടിയാ, കില്ലാടി.
ഇത് കേൾക്കുന്ന രേവതിക്കുട്ടി തിരിച്ച് മാമച്ചായനെയും കളിയാക്കുന്നുണ്ട്. ദേ, എന്നോട് കളിച്ചാലേ ഇപ്പം ഞാൻ പപ്പായ ജ്യൂസ് കൊടുക്കും. അത് കേട്ടതോടെ മാമച്ചായൻ്റെ മുഖം മാറി ബാക്കി എല്ലാവരും കൂടി ഒരു പൊട്ടിച്ചിരിയുമായി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ശുഭരാത്രി.